കൂട്ടുകാരെ, ഞാൻ മാധുവാണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് നല്ല തകർത്ത് മഴ പെയ്യാണ്. ഇന്ന് നമ്മുടെ കർക്കിടക മാസത്തിലെ കർത്തവാവാണ്. ഇന്നാണ് എല്ലാ പിതൃക്കൾക്കും നമ്മൾ ദർപ്പണം ചെയ്യുന്നത്. ഇന്ന് കർത്തവാവ് ബലി ദിവസമാണ്. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റു. രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അപ്പവും തുമ്മിച്ചിനും എഴുന്നേറ്റില്ല. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള പാർക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് ബലിതർപ്പണം ചെയ്യുന്നത്. അതിനുവേണ്ടി രാവിലെ തന്നെ എത്തി. ഏകദേശം കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. 5 മണിയോടുകൂടി തന്നെ തുടങ്ങുന്ന ബലിതർപ്പണം കുറേ സമയമുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേനും 7 മണിയായി. 7 മണിയായപ്പോഴാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ അമ്പലത്തിൽ കയറി ഭഗവാനെ തൊഴുതു, പ്രദക്ഷിണമൊക്കെ നടത്തി. അതിനുശേഷം നമ്മൾ ബലിതർപ്പണത്തിനുള്ള രസീത് എഴുതിയിരിക്കണം. അങ്ങനെ നമ്മൾ ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നതാണ് ശാസ്ത്രം. അതുകൊണ്ട് ഭഗവാനെ തൊഴുതു പ്രസാദവും ഒക്കെ വാങ്ങിച്ച് നമ്മൾ ബലിതർപ്പണത്തിന് വേണ്ടി പോവാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബലിതർപ്പണം നടത്തിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരുന്നത്. ഞാൻ ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടായി ഇരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബലിതർപ്പണം നടത്തുന്ന സമയത്ത് നമ്മുടെ അദ്വൈത തിരുമേനി ഇതിൻ്റെ ശാസ്ത്രങ്ങളായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ദർപ്പണം ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം ഇതെന്തിനു ചെയ്യുന്നു എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാവാതെയാണ് ദർപ്പണം ചെയ്യുന്നത്. അതിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായാണ് നമ്മുടെ പാർക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രിയായ അദ്വൈത തിരുമേനി നമുക്ക് പറഞ്ഞെല്ലാം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് നമ്മുടെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാനായിട്ട് സാധിക്കും. അതെന്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ വെക്കുന്നത്, ഇപ്പോൾ പൂവാണെങ്കിലും എള്ളാണെങ്കിലും അതെന്തിന് നമ്മൾ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് ഈ ദർപ്പണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷം നമുക്ക് തോന്നും. കാരണം നമ്മൾ മനസ്സുകൊണ്ട് ചെയ്തു, നമ്മൾ ചെയ്തത് നമ്മുടെ പിതൃക്കൾക്ക് അത് വളരെയേറെ ഇഷ്ടമായി എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു ഫീലാണ് എനിക്ക് ശരിക്കും ഇവിടെ കിട്ടിയത്. ഞാൻ നമ്മുടെ പാർക്കനാർക്കാവിൽ ആദ്യമായിട്ടാണ് ബലിതർപ്പണം ചെയ്യുന്നത്. കട്ടപ്പന അമ്പലത്തിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ബലിതർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ വർഷം തന്നെ അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടി ഞാൻ ബലിതർപ്പണം ചെയ്യുന്നതാണ്. കർക്കിടകവാവിൽ നമ്മളിത് ചെയ്യുന്നതാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ പാർക്കനാർക്കാവ് മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത്. അതിൽ എനിക്കും ചേട്ടായിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. വീഡിയോയുടെ ആദ്യം തന്നെ കാണുമ്പോൾ അറിയാം, നല്ല ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ വന്നതിന് ശേഷം മഴ പെയ്തിട്ടില്ല. മഴ പെയ്യാതെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ ബലിതർപ്പണം ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. പ്രകൃതി തന്നെ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് തന്നെ നമുക്ക് അമ്പലത്തിൽ കാണാനായിട്ട് സാധിച്ചു. കർക്കിടകവാവ് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടത്? നമ്മുടെ പൂർവികരായിട്ടുള്ളവർക്ക് തർപ്പണവും ബലിയും സമർപ്പിക്കുന്ന ഒരു ദിവസമാണ്. നമ്മളുടെ ജന്മത്തിന് വഴിയൊരുക്കി തന്ന പൂർവികരെ ഓർക്കുകയും അവരെ സ്മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായാണ് ഇതിന് പ്രാധാന്യം നൽകുന്നത്. നമ്മൾ ബലിതർപ്പണം നടത്തുന്നതിന് തലേ ദിവസം ഒരിക്കൽ ഇരിക്കുക എന്ന് പറയും. അതായത് ഉച്ച നേരത്ത് മാത്രം അരിയാഹാരം കഴിച്ച് അതിനുശേഷം വൈകിട്ടും രാവിലെയും അരിയാഹാരം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നിൽക്കുന്നതിനാണ് ഒരു നേരം ഒരിക്കൽ ഇരിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിറ്റേ ദിവസം നമ്മൾ പോയി ദർപ്പണം ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ബലിതർപ്പണം. അതിനുവേണ്ടി ഇന്ന് പോകാൻ സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കണേ. ഞങ്ങൾ പോകാൻ നേരത്തെ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവരെയും ഒന്ന് കാണാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലിരിക്കുക. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നല്ലൊരു പുലരി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുവരെ എല്ലാവർക്കും ബൈ.